നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിൽ തന്നെ നമുക്ക് പല സംശയങ്ങളും ദിവസവും തോന്നാറുണ്ട്. അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിൻ്റെ ക്യാമറ ആരെങ്കിലും ആക്സസ് ചെയ്യുന്നുണ്ടോ, മൈക്രോഫോൺ ആരെങ്കിലും ആക്സസ് ചെയ്യുന്നുണ്ടോ, ലൊക്കേഷൻ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ തുടങ്ങിയ നിരവധി സംശയങ്ങളാണ് ദിവസവും ഓരോരുത്തർക്കും ഉണ്ടാകുക. പല ആളുകളും എനിക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ മൊബൈൽ തുറക്കുന്ന സമയത്ത് തന്നെ റൈറ്റ് സൈഡ് കോർണറിൽ ഒരു ഗ്രീൻ ഡോട്ട് അല്ലെങ്കിൽ യെല്ലോ ഡോട്ടൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ക്യാമറയോ അല്ലെങ്കിൽ മൈക്രോഫോണോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഇങ്ങനെ കാണുമ്പോഴുള്ള പ്രതിവിധി എന്താണ്? എനിക്ക് തന്നെ സംശയമുണ്ട്. നമ്മുടെ മൈക്രോഫോൺ ആരെങ്കിലും ഉപയോഗിക്കുന്ന പോലെ അല്ലെങ്കിൽ ക്യാമറ ആരെങ്കിലും ഉപയോഗിക്കുന്ന പോലെ അങ്ങനെയൊക്കെ സംശയമുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാറുണ്ട്. ഞാൻ അവർക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കാറും ഉണ്ട്. എന്നാൽ എല്ലാവർക്കും ഡയറക്റ്റ് എന്നെ വിളിച്ചാൽ കിട്ടിക്കൊള്ളണം എന്നില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻ എന്തൊക്കെ പെർമിഷനാണ് എടുത്തിട്ടുള്ളതെന്ന് വളരെ വ്യക്തമായിട്ട്, ഇത് തുറന്നാൽ തന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ നിങ്ങൾക്ക് ഓരോ ആപ്ലിക്കേഷനിലും എന്തൊക്കെ പെർമിഷനാണ് എടുത്തിട്ടുള്ളതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു സ്കാനർ ഇൻസ്റ്റാൾ ചെയ്തു. അതിന് നമുക്ക് മൈക്രോഫോണിൻ്റെയോ അല്ലെങ്കിൽ ലൊക്കേഷൻ്റെയോ പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അനധികൃതമായിട്ട് എന്തെങ്കിലും പെർമിഷൻ ഏതെങ്കിലും ആപ്ലിക്കേഷൻ എടുക്കുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് അവിടെ നിന്ന് തന്നെ ഡിസേബിൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ വേണ്ട എങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യുക. ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്താലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ താഴെ അക്സെപ്റ്റ് എന്ന ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. ഓരോ ആപ്ലിക്കേഷനും ഇവിടെ റൗണ്ട് ആയിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ ഉണ്ട്. അവിടെ തന്നെ ഓരോ ആപ്ലിക്കേഷൻ്റെ താഴെയും നിങ്ങൾക്ക് ഇവിടെ ചാറ്റ് GPT ഇൻ്റർനെറ്റും മൈക്രോഫോണും പെർമിഷൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ഡ്രൈവ് ആപ്ലിക്കേഷൻ ഇൻ്റർനെറ്റിന് പെർമിഷൻ എടുത്തിട്ടുണ്ട്. ഇവിടെ വാട്സപ്പ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പെർമിഷനും എടുത്തിട്ടുണ്ട്. ഇവിടെ ബ്ലൂടൂത്ത്, ഇൻ്റർനെറ്റ്, മൈക്രോഫോൺ, ക്യാമറ, ഇൻ്റർനെറ്റ് എല്ലാം ഇവിടെ വാട്സപ്പ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ആപ്ലിക്കേഷനും ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ പെർമിഷൻ എത്രത്തോളം എടുത്തിട്ടുണ്ട് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഡിസേബിൾ ചെയ്യുക? ഇപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പെർമിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ തന്നെ പെർമിഷൻസ് എന്ന ഈ ഒരു ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആപ്സ്, കലണ്ടർ, കോൾസ്, ക്യാമറ, അതുപോലെ തന്നെ ലൊക്കേഷൻ, കോൺടാക്ട്സ്. അപ്പോൾ ഓരോന്നും ക്ലിക്ക് ചെയ്തിട്ട് അവിടെ എന്തൊക്കെ ആപ്ലിക്കേഷനാണ് പെർമിഷൻ കൊടുത്തിട്ടുള്ളത് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കിവിടെ കോൺടാക്ട്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. ഇവിടെ തന്നെ മുകളിൽ കോൺടാക്ട്സിൻ്റെ ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആപ്ലിക്കേഷനാണ് കോൺടാക്ട്സിൻ്റെ പെർമിഷൻ എടുത്തിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും അനധികൃതമായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ശ്രദ്ധയിൽപ്പെടുകയാണ് ണെങ്കിൽ അവിടെ നിന്ന് തന്നെ ആ ഒരു കോൺടാക്ട്സിന്റെ പെർമിഷൻ ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഈ ഒരു ആപ്ലിക്കേഷന്റെ വലതുവശത്ത് കാണുന്ന ആ ഒരു ടിക്ക് മാർക്ക് കൊടുത്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ആപ്ലിക്കേഷന്റെ അകത്തേക്ക് പോകും. ഇവിടെ പെർമിഷൻസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്ട്സ് പെർമിഷനാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇവിടെ ആ ഒരു കോൺടാക്ട്സ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡോണ്ട് അലോ കൊടുത്താൽ മതി. ആ ഒരു പെർമിഷൻ അവിടെ നിന്നും ഡിസേബിൾ ആകും. പിന്നെ ഡയറക്റ്റ് ബാക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ വേണ്ട എങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. ഓക്കെ, അങ്ങനെ ഓരോ ആപ്ലിക്കേഷനും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ അനധികൃതമായിട്ട് പെർമിഷൻ എടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്ന ആപ്ലിക്കേഷൻ ഇതുപോലെ ഇപ്പോൾ ലൊക്കേഷൻ ഞാനിവിടെ എടുത്തു. അതിൻ്റെ മുകളിലുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ലൊക്കേഷൻ പെർമിഷൻ എടുത്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ലൊക്കേഷൻ്റെ പെർമിഷൻ, ഇപ്പോൾ ഷെയറിറ്റിനൊന്നും ലൊക്കേഷൻ്റെ പെർമിഷൻ എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? ഇവിടെ നമുക്ക് ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ പെർമിഷൻ നമുക്ക് ഇവിടെ പെർമിഷൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ലൊക്കേഷൻ്റെ പെർമിഷൻ നമുക്ക് ഡോൺ അലോ കൊടുത്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോൺ അലോ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇനി ആപ്ലിക്കേഷൻ വേണ്ട എങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ സംശയകരമായ രീതിയിൽ ക്യാമറയോ അല്ലെങ്കിൽ മൈക്രോഫോണോ ആക്സസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് പരിചയമില്ലാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും ആ ഒരു പെർമിഷൻ നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.